ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കാണണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങി വരുന്ന നിധി സുഭാഷിനോടും അനിയന്മാരോടും വിവാഹത്തിൻ്റെ കാര്യം പറയുന്നു. ഞാൻ സുനന്ദയെ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടിരുന്നു. അവൾ തന്നെയാണ് വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ ക്ഷേത്രത്തിൽ വെച്ച് സുഭാഷ് ചേട്ടൻ്റെ സുനന്ദയുടെ വിവാഹം നടത്താമെന്ന് പറയും. അപ്പോൾ സുഭാഷ് പറയും, നീ എന്തൊക്കെയാണ് മോളെ പറയുന്നത്? അവളുടെ വിവാഹം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഇങ്ങനൊന്നും ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയും. സുഭാഷ് ചേട്ടൻ അത് അവളുടെ വീട്ടുകാർ നിശ്ചയിച്ച വിവാഹമാണ്. അവൾക്ക് അതിന് തീരെ ഇഷ്ടമില്ല. അവൾക്ക് ഇഷ്ടം സുഭാഷ് ചേട്ടനോട് മാത്രമാണ്. അവൾക്ക് വീട്ടുകാരെ ധിക്കരിച്ച് ഇറങ്ങി വരാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ സുഭാഷ് ചേട്ടനോട് അവൾക്ക് ഒരു ഇഷ്ടക്കുറവില്ലെന്ന് പറയും. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ വിവാഹത്തിന് നടത്തണമെന്ന് പറയും. അനിയന്മാരുടെയും നിധിയുടെയും നിർബന്ധത്തിന് വഴങ്ങി സുഭാഷ് സമ്മതിക്കും. അങ്ങനെ പറയും, നാളെ രാവിലെ ക്ഷേത്രത്തിൽ സുനന്ദ വരും, നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നാളെ വിവാഹം നടത്താമെന്ന് പറയും. അങ്ങനെ സുനന്ദ ക്ഷേത്രത്തിൽ പോയിട്ട് മടങ്ങി വീട്ടിലോട്ട് വരുന്ന സമയത്ത് ചെറുക്കൻ കൂട്ടരൊക്കെ പെണ്ണ് കാണാൻ വന്നിരിപ്പുണ്ട്. അപ്പോൾ ലളിത പറയും, മോളെ ചായ കൊണ്ട് കൊടുക്കാൻ പറയും. അങ്ങനെ അകത്ത് ഈ കയറുന്ന സുനന്ദയ്ക്ക് നല്ല ടെൻഷനാണ് നാളെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ ആലോചിച്ച്. അങ്ങനെ അവർ വന്നില്ലേ എന്ന് കരുതി സുനന്ദ അവർക്ക് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ചോദിക്കും, എന്ത് പറ്റി മോൾക്കൊരു തെളിച്ചമില്ലല്ലോ മുഖത്തിന്? അത് അവൾക്ക് ഇനിയും പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം, ജോലിക്ക് പോകണം. അപ്പോൾ പെട്ടെന്ന് കല്യാണം നടക്കുന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട് എന്ന് പറയും. അതിനെന്താ, ഇനിയും പഠിക്കാമല്ലോ, കല്യാണത്തിന് ശേഷം തൊട്ട് പഠിക്കും, മോൾക്ക് ഇഷ്ടമുള്ള ജോലി നേടിയൊക്കെ ചെയ്യാം, അതിന് ഞങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറയും. അങ്ങനെ അകത്തോട്ട് വരുന്ന സുനന്ദ ബാഗെല്ലാം പാക്ക് ചെയ്യുന്നുണ്ട്. സർട്ടിഫിക്കറ്റും ഡ്രസ്സും എല്ലാം എടുത്ത് ബാഗിൽ വെക്കുന്നുണ്ട്. നാളെ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകാനുള്ളതില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും നികേഷും ഹരീഷും സുഭാഷും എല്ലാവരും ക്ഷേത്രത്തിൽ പോകാനായിട്ട് റെഡിയാവും. ആ സമയത്ത് നിധി സുഭാഷിനോട് പറയും, സുഭാഷ് ചേട്ടാ ടെൻഷനൊന്നും വേണ്ട, നമുക്ക് എല്ലാവരും ചേട്ടൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. സുധീഷിനെ പറയും, സുധീഷെ ക്ഷേത്രത്തിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഇനിയൊന്നും ചെയ്യാനില്ല. ഇല്ല നിധി, എല്ലാം ഞാൻ പോയി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ലെന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടി ക്ഷേത്രത്തിലോട്ട് പോകാനായിട്ട് പുറത്തോട്ടിറങ്ങുന്നുണ്ട്. ക്ഷേത്രത്തിൽ വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടും സുനന്ദയെ കാണാത്തതുകൊണ്ട് നിധിക്ക് നല്ല ടെൻഷനാണ്. അപ്പുറം ഏട്ടത്തി സുനന്ദ വന്നില്ലല്ലോ എന്ന് ഹരി ചോദിക്കും. ഇപ്പോൾ വരും ഹരീഷ്, വീട്ടുകാരെ കാണാതെ വേണ്ടി അവൾക്ക് ഇറങ്ങി വരാൻ. അങ്ങനെ നിധി സുനന്ദയെ ഫോൺ ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടിലാളുള്ള കാരണം സുനന്ദയ്ക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എങ്ങനെയെങ്കിലും ലളിതയെ പുറത്തു പോയതിന് ശേഷം പുറത്തിറങ്ങാൻ പറ്റും. പിന്നെ മുത്തശ്ശിയുണ്ട്, എല്ലാവരെയും കണ്ണു പൊട്ടിച്ച് വേണം പുറത്തിറങ്ങാൻ. അപ്പം നികേഷ് പറയും, സുനന്ദേച്ചി വരുമോ അതോ നമ്മളെ പറഞ്ഞു പറ്റിക്കുമെന്ന് ചോദിക്കും. ഇല്ല, അവൾക്ക് വീട്ടുകാരുള്ള പേടിയുള്ളതുകൊണ്ട്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ തിരുമേനി ഒന്ന് നോക്കും, ചെറുക്കനൊക്കെ വന്നോ എന്ന് നോക്കി. ആ ചെറുക്കൻ എത്തിയിട്ടുണ്ട്, പെൺകുട്ടി ഇപ്പോൾ വരുമെന്ന് നിധി പറയും. അപ്പോഴത്തേക്ക് ലളിതയ്ക്ക് വിവാഹത്തിൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് പുറത്തോട്ട് പോകണം. ആ സമയത്ത് അമ്മേ, എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തോട്ട് പോകണം, ഒരു കാരണവശാലും സുനന്ദയെ പുറത്തോട്ട് വിടരുത്, അവളെ പുറത്തിറങ്ങി ഉടനെ അവൾ അപ്പുറത്ത് പോകും, അതുകൊണ്ട് അമ്മ അവളെ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് പറയും. നീ പോയിട്ട് അവളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ലളിത പോയിൻ്റെ പുറവിന് തന്നെ ഫോൺ എടുത്ത് വെച്ച് നിധിയെ വിളിക്കും. എന്താ സുനന്ദ നീ ഫോൺ എടുക്കാൻ? ഞാൻ കുറേ നേരം കൊണ്ട് നിന്നെ വിളിക്കുന്നുണ്ട്. അത് അമ്മയോടുണ്ടായിരുന്നു നിധി, അമ്മ പുറത്തോട്ട് പോയ തക്കത്തിന് ഞാൻ ഫോൺ എടുത്തത്, ഞാൻ എത്രയും പെട്ടെന്ന് വരാമെന്ന് പറയും. ഞങ്ങളെല്ലാവരും ഇവിടെ ക്ഷേത്രത്തിലുണ്ട്, സുഭാഷ് ചേട്ടനൊക്കെ റെഡിയായിരിക്കുമെന്ന് പറയും. അങ്ങനെ പുറത്ത് പോകാൻ ഇറങ്ങുമ്പോഴത്തേക്ക് മുത്തശ്ശി ചോദിക്കും, നീ എങ്ങോട്ടാ? അത് ഞാൻ ക്ഷേത്രത്തിലോട്ട് പോയിട്ട് വരാം മുത്തശ്ശി എന്ന് പറയും. ക്ഷേത്രത്തിലോട്ട് ഈ സമയത്തോ? അത് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എന്തോ പോലെ, ഞാൻ പെട്ടെന്ന് തൊഴുതിട്ട് വരാമെന്ന് പറയും. വേണ്ട, നിൻ്റെ അമ്മ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്, നീ ഇവിടെ ഇരുന്നാൽ മതി, പോകണമെങ്കിൽ വൈകിട്ട് നിൻ്റെ അമ്മ വന്നിട്ട് അവളുടെ കൂടെ പോയാൽ മതി എന്ന് പറയും. എന്തോ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി സമ്മതിക്കത്തില്ല. അങ്ങനെ സുനന്ദ പെട്ടെന്ന് TV ഓൺ ചെയ്ത് കൊടുക്കും. നീ എന്തിനാ ഇപ്പോൾ TV ഓൺ ചെയ്ത്? അത് മുത്തശ്ശി വെറുതെ ഇരിക്കേണ്ട, TV കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ TV ഇട്ട് കൊടുക്കും. അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ TV കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. ആ തക്കം നോക്കി സുനന്ദ ബാഗും ഒക്കെ എടുത്ത് പുറത്തോട്ടിറങ്ങാനായിട്ട് റെഡിയാവും. അപ്പോൾ അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന സുഭാഷിൻ്റെ അടുത്തോട്ട് സുനന്ദ വരുന്നുണ്ട്. അങ്ങനെ നാളെ അവിടെ വെച്ച് അവരുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.